ഹലോ ഗൈസ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വെജിറ്റേറിയൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ഹോൾ ഗ്രെയിൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ വെള്ളയരിയില്ലേ, വെള്ളയരിയെക്കാട്ടിലും എപ്പോഴും നല്ലത് ചുവന്ന അരി തന്നെയാണ്. അത് ചുവന്നരിക്കകത്തിൽ അയൺ, ബി കോംപ്ലക്സ് ഒക്കെ കൂടുതലായിട്ട് ഉള്ളതാണ്. ഹോൾ ഗ്രെയിൻസിനകത്തിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയതാണ്. പയറുവർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രോട്ടീൻ റിച്ചാണ്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഘടകമാണ്. അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടവുമാണ്. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വെറൈറ്റി ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ നല്ലവണ്ണം ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. കടല, പയർ, സോയാബീൻ, ഉഴുന്നുപരിപ്പ്, തൊലിയുള്ള കറുത്തതും വെള്ള തൊലി കളഞ്ഞതും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പട്ടാണിപ്പയറാണ്, അതായത് ഗ്രീൻ പീസിൻ്റെ ഉണങ്ങിയ ടൈപ്പിൽ. ഇതും നല്ലവണ്ണം സോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും ഫൈബറും ഒക്കെ കിട്ടുന്നത് പച്ചക്കറികളിൽ നിന്നാണ്. വിറ്റമിൻസിൻ്റെ കുറവ് വരും പച്ചക്കറികൾ കഴിച്ചില്ലെങ്കിൽ. നമ്മുടെ ആഹാരത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സാലഡ്സ്. അത് പലതരത്തിൽ നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാം. പച്ചക്കറികൾ അരിഞ്ഞിട്ടുണ്ടാക്കാം. അതുപോലെ അതിനകത്തിൽ ഇൻഗ്രീഡിയൻസ് പലതും ഉണ്ട്, അതൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം. അതുപോലെ പയറുകൾ പുഴുങ്ങിയും കിളിർപ്പിച്ചും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. കടലയൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ലീഫി വെജിറ്റബിൾ നമുക്ക് അത്യാവശ്യമായിട്ട് കഴിച്ചിരിക്കണം. അതുപോലെ ഓമയ്ക്ക, മത്തങ്ങ, ഇതിനകത്തിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അതുപോലെ സ്റ്റാർച്ചി ഫുഡാണ് നമ്മുടെ പൊട്ടറ്റോ, ഒനിയൻ, ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ കണ്ണിനും മുടിക്കുമൊക്കെ ഒരുപാട് ഗുണമുള്ള ബീറ്റ്റൂട്ട്, ഇതെല്ലാം നമുക്ക് കഴിക്കേണ്ടതാണ്. പിന്നെ ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ ചെയ്യുന്നതാണ്, അത് പറഞ്ഞു തരാം. ചെറിയ ഉള്ളി പൊളിച്ചതിന് ശേഷം കഴുകത്തില്ല ഞാൻ. കഴുകി കഴിഞ്ഞാൽ അത് ഉണങ്ങിയ തുണിയുടെ പുറത്തിട്ടിട്ട് നല്ലവണ്ണം വെള്ളം ഒപ്പിയതിന് ശേഷം മാത്രം വേണം നമ്മൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കാനായിട്ട്. കണ്ടെയ്നറിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിനകത്തിൽ വേണം ചെറിയ ഉള്ളി ഇട്ട് വയ്ക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തും ഒരു ടിഷ്യൂ വെച്ചതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ പച്ചമുളകാണ്, അതിൻ്റെ ഞെട്ടെടുത്തതിന് ശേഷം കഴുകണമെങ്കിൽ കഴുകാം. പക്ഷേ കഴുകി കഴിഞ്ഞാൽ നല്ലവണ്ണം വെള്ളം ഒപ്പിയതിന് ശേഷം ഇതുപോലെ തന്നെ കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കഴുകാതെയും നമുക്ക് വെക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യമുള്ളതെടുത്ത് കഴുകിയാൽ മതിയാവും. അതുപോലെ തന്നെ കറിവേപ്പിലയും അതിൻ്റെ ഞെട്ടിൽ നിന്ന് ഊരിയതിന് ശേഷം കഴുകണമെങ്കിൽ കഴുകാം. പക്ഷേ കഴുകി കഴിഞ്ഞാൽ നല്ലവണ്ണം വെള്ളം ഒപ്പിയതിന് ശേഷം മാത്രം ഇതുപോലെ കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വയ്ക്കാവുന്നതാണ്. പഴകിയ കറിവേപ്പിലയാണ് ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത്. ഫ്രഷായിട്ടുള്ളത് അടിയിലും വെച്ചു. ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പൊളിച്ചിട്ട് കണ്ടെയ്നറിനകത്തിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ അരച്ച് വയ്ക്കാം. വെളുത്തുള്ളി ഇതുപോലെ തന്നെ നമുക്ക് അരച്ചോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് വെക്കാം. ഞാനിപ്പോൾ അരച്ചാണ് വെക്കുന്നത്, കാരണം എല്ലാത്തിനും പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ഫോളോ ചെയ്യുക. പോഷകഗുണത്തിൽ വമ്പനായ കൂണ്, പനീർ, അതുപോലെ സോയാചങ്ക്, ഇതെല്ലാം വെജിറ്റേറിയൻസിന് ഒരുപാട് രുചിയും ഗുണവും ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.